മറവി അഥവാ ഫൊഗറ്റ്ഫുൾനെസ് ഒരു അനുഗ്രഹമാണോ? ഈ ഒരു ഫൊർഗറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ബ്രെയിനിൽ ഫസ്റ്റ് മെമ്മറി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് അറിയുകയാണെങ്കിൽ ഈ ഫൊർഗറ്റ്ഫുൾനെസ്സിൻ്റെ ബെനിഫിറ്റ് പിന്നീട് നമുക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം മൈൻഡ് ഒരു പുതിയ ഡാറ്റ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്തതിനെ പിന്നീട് റിപ്പീറ്റ് ചെയ്യണം. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യണം. എന്നിട്ടാണ് അതൊരു മെമ്മറി എന്ന് പറയുന്ന ലെവലിലേക്ക് വരുന്നത്. സോ 2 തരത്തിലുള്ള മെമ്മറി ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം മെമ്മറി, ഒന്ന് ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STM എന്ന് പറയും. നമ്മൾ ആദ്യം എന്താണോ പുതിയൊരു ഇൻഫർമേഷൻ രജിസ്റ്റർ ചെയ്യുന്നത് അത് 20 സെക്കൻഡ് തൊട്ട് 30 സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു ഫോൺ നമ്പർ ബൈഹാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. കുറച്ച് ഫ്യൂ സെക്കൻഡ്സ്, ബിറ്റ്വീൻ 20 സെക്കൻഡ്സ് ആൻഡ് 30 സെക്കൻഡ്സേ ആ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. പിന്നീട് ദാറ്റ് ഡാറ്റ വിൽ ബി ലോസ്റ്റ്. ഇത് തന്നെ കൂടുതൽ നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റിപ്പീറ്റേഷനും കുറേ അതിൻ്റെ മുകളിൽ അത് തന്നെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസും ചെയ്യണം. ഇതിനാണല്ലോ പഴമക്കാർ പറയുന്നത്, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നുണ്ടല്ലോ. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യനും ആൻസറും പഠിക്കുമ്പോൾ ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് അത് പോവുകയാണ്. സോ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് തിയറട്ടിക്കലി അതിന് ആ ഡാറ്റ കാണാതാവാൻ യാതൊരു തരത്തിലുള്ള മാർഗവും അതിലില്ല. സോ എനി ഇൻഫർമേഷൻ ദാറ്റ് ലാസ്റ്റ്സ് ആഫ്റ്റർ 30 seconds to hours and months, weeks, years, ഇതൊക്കെ ലോങ് ടേം മെമ്മറിയിലേക്കാണ് പോവുക. ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഫൊർഗറ്റ്ഫുൾനെസ് അഥവാ മറവിയുടെ കാര്യമാണ്. ചിലർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മൈൻഡിൽ നിൽക്കില്ല. അവർക്കത് പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ആ പ്രോസസ്സിങ് കേപ്പബിലിറ്റി അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോൾ നമുക്കൊരു ട്രോമ ഉണ്ടായി, അഥവാ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി ആക്സിഡൻറ്റിൽ മരിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ഡെത്ത് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അസുഖം കൊണ്ട് മരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ട്രോമ നമ്മളുടെ ഉള്ളിൽ ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്കാണ് പോയി നിൽക്കുന്നത്. കാരണം ദിവസവും രാവിലെയും രാത്രി വ്യക്തി അനുഭവിക്കുന്ന വേദന നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു വേദന ഫൊർഗറ്റ്ഫുൾനെസ് എന്ന് പറയുന്ന ലെവലിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അഥവാ ഏറ്റവും ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2 ലവേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. വെൻ 2 lovers break up, that particular trauma is a lifelong trauma. ഈ ട്രോമേനെ എങ്ങനെയാണ് ഫൊർഗറ്റ്ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരുന്നത്? അതൊരു ദർ ഇസ് നോ മാജിക്. യു ഹാവ് ടു ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കാലം നമ്മളുടെ വൂണ്ട്സ് ഹീൽ ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ. അതിനുള്ള പ്രത്യേകമായ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഇൻസിഡൻറ്റ് മറക്കുകയല്ല ചെയ്യുന്നത്. ആ ഇൻസിഡൻറ്റ് നിങ്ങളുടെ ഉള്ളിൽ ലൈഫ് ലോങ് ഉണ്ടാവും. ബിക്കോസ് അത് ലോങ് ടേം മെമ്മറിയിലോട്ട് എത്തിക്കഴിഞ്ഞു. ആ ലോങ് ടേം മെമ്മറിയിലുള്ള സംഭവത്തിന് നിങ്ങളുടെ ഉള്ളിൽ ഇമോഷണൽ റെസ്പോൺസ് എപ്പോഴാണോ നിൽക്കുന്നത്, അഥവാ ഇമോഷണൽ റിയാക്റ്റീവ് ട്രിഗേഴ്സ് എപ്പോഴാണോ അവസാനിക്കുന്നത്, ആ സമയത്താണ് നിങ്ങൾ ഫൊർഗറ്റ്ഫുൾനെസ് അഥവാ മറവിയുടെ ലെവലിൽ എത്തി എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങൾ മറക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ ഇൻസിഡൻറ്റ് കേട്ടാലും അതിനെക്കുറിച്ച് ചിന്തിച്ചാലും നിങ്ങൾക്ക് ഒരു ഹെവി ഷിവറിങ്, ബോഡി ഷേക്കിംഗ് റിയാക്ഷൻ ഇമോഷണലി അതിനെ തുടർന്ന് വരില്ല. ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ അതിനെ ഫൊർഗെറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മെമ്മറി വൈപ്പ് ഔട്ട് ആവുന്നതല്ല ഫൊർഗറ്റ്ഫുൾനെസ്. ഫൊർഗറ്റ്ഫുൾനെസ് ഇസ് എ ബ്ലെസ്സിങ് ബിക്കോസ് യുവർ മൈൻഡ് വിൽ നോട്ട് ക്രിയേറ്റ് ഇമോഷണൽ റിയാക്ഷൻസ് ഫോർ ദാറ്റ്. ഈവൻ വെൻ യു റിമെമ്പർ ദ ഇൻസിഡൻറ്റ്, യു വിൽ നെവർ ഹാവ് ദാറ്റ് ഇമോഷണൽ ട്രിഗേഴ്സ്. ട്രിഗർ ഉള്ളപ്പോഴാണ് ആ ട്രോമ മാറിയിട്ടില്ല എന്ന് പറയുന്നത്. In a way, forgetfulness is a blessing.
അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡും അബോധ മനസ്സും അൺകോൺഷ്യസ് മൈൻഡും ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ ആക്റ്റീവായിട്ട് മെമ്മറീസിനെ, പാസ്റ്റ് ലൈഫ് മെമ്മറീസ് അല്ലെങ്കിൽ ഏർലിയർ മെമ്മറീസിനെ ശക്തമായി ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഡേ ടു ഡേ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളുടെ വളരെ സ്ട്രോങ് ആണ്. ബിക്കോസ് നമ്മളുടെ പൂർവികന്മാർ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൽ ജീവിച്ചവരായതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ സർവൈവൽ റെസ്പോൺസാണ് കൂടുതൽ ഉണ്ടാവുക. ബട്ട് the subconscious and the unconscious are actually protecting the mind from bringing out all the memories. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ഡേ ടു ഡേ നിങ്ങൾക്ക് സ്വാഭാവികമായ ബോധമനസ്സിൽ നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ മെമ്മറി വൈപ്പ് ഔട്ട് ചെയ്യല്ല, ബട്ട് ദ ഇമോഷണൽ റെസ്പോൺസ് ഓർ ദ ട്രിഗർ ടു ഇറ്റ് വിൽ നോ മോർ ബി ദെയർ, വിച്ച് മീൻസ് that incident is healed in your heart and soul. Thank you.